ഓട്ടോയുടെ യാത്രക്ക് വിലക്ക്. ഇതൊരു വല്ലാത്ത പരിപാടിയായിപ്പോയി. എതിർ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചാല് തെരഞ്ഞെടുപ്പ് അസാധുവാകുന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിയുന്നത്. ഓരോരുത്തർ ഈ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്തെല്ലോ പറയാറുള്ളത് അല്ലേ? ഇതേ എന്തെങ്കിലും ചുമ്മാ വിളിച്ചു പറഞ്ഞതല്ല. 50 മിനിറ്റ് നീളമുള്ള വീഡിയോ ഇറക്കിയാ പുള്ളിക്കാരൻ കളിച്ചത്. അതുകൊണ്ടാ പണി കിട്ടിയത്. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് വെച്ചാല് എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ എന്നുള്ളതാ. അതേതായാലും നന്നായി, അല്ലെങ്കിലേ നമ്മ നാറിപ്പോയാനെ. അല്ല ആശാനെ, ഈ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനേ 1 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടല്ലോ. വല്ലതും നടക്കൂ? എവിടാ, പുള്ളിക്കാരന്റെ കാര്യം പോക്കാ. ഏതായാലും നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാൻ അനുമതി കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാത്തിനാ? വോട്ടുമില്ല, ആനുകൂല്യവുമില്ല. പട്ടേ ചന്തക്ക് പോയ പോലെ. ഈ മനോഹര തീരത്തു തരുമോ 2-3 ജന്മം കൂടി, എനിക്ക് 2-3 ജന്മം കൂടി. സാറേ, 1 ജന്മം കൂടി എന്നല്ലേ ഉള്ളൂ? പോരാ. ഞാൻ വിഭാവനം ചെയ്തിരിക്കുന്ന ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ 2 ജന്മം കൊണ്ട് തീരില്ല, അതിൽ കൂടുതൽ വേണ്ടി വരും. അല്ല സാറേ, ഈ അടുത്ത ജന്മത്തിലും ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഇതുപോലുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. മാത്രമല്ല അപ്പോൾ എൻ്റെ ബുദ്ധി വീണ്ടും വർദ്ധിക്കുമല്ലോ. ഓ, നമ്മുടെ നേതാക്കന്മാർക്ക് ഇപ്പോഴേലും ബുദ്ധി ഉദിച്ചല്ലോ. അതെന്താ ശുഭാജി അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് ബുദ്ധി ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ആർക്കും ബുദ്ധി ഇല്ലായിരുന്നു എന്നല്ലേ അതിൻ്റെ മീനിങ്? അല്ല, ശുഭാജി ഒരു നേതാവാണ്. അതെ, മലന്ന് കിടന്ന് തുപ്പരുത്. എന്തോ നേതാവ്? നിങ്ങൾ കുറെ പേര് തുള്ളാൻ പറയുമ്പോൾ കിടന്നങ്ങ് തുള്ളുന്നു. അല്ലേലും ഇപ്പോഴേ എല്ലാ പാർട്ടിയിലും പെണ്ണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാ. ശുഭാജി മാറ്ററിൽ നിന്ന് മാറിപ്പോകുന്നു. മറ്റൊന്നുമല്ലെന്നേ, നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം അവസാനിപ്പിച്ചില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞതാ. അങ്ങനെ ഒരു സമരമേ വേണ്ടായിരുന്നു. ഭരിക്കുന്നത് ഇരട്ടച്ചങ്ങനാണെന്ന് ഓർക്കാതെ കുറേ ആവശ്യങ്ങൾ അങ്ങ് ഉന്നയിച്ചു. ഒന്നും നടന്നില്ല. നാണക്കേടായിപ്പോയി. ചുമ്മാ കുറേ ദിവസം പട്ടിണി കിടന്നു. അതുകൊള്ള ഞാൻ ജയിലിൽ കിടന്ന അത്ര ഒന്നും വരില്ലല്ലോ. ജയിലിൽ കിടന്നതിന് എന്താ കുഴപ്പം? നേരത്തിന് തിന്നാൻ കിട്ടുന്നുണ്ടല്ലോ. വിശക്കുന്നതിൻ്റെ വിഷമമൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ വഴക്കൂടണ്ട. ഈ നിരാഹാര സമരത്തിൽ പാർട്ടി തോറ്റുപോയി എന്നുള്ളത് സത്യമാണ്. അല്ലേലും നമ്മൾ ഏത് സമരമാണ് വിജയിച്ചേക്കുന്നത്? അത് ശരിയാ. മറ്റൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ MVയുടെ പാർട്ടിയുടെ ഒരു കഷ്ണം CMന്റെ പാർട്ടിയിലേക്ക് ലയിക്കാൻ പോകുന്നു. വേറൊരു കഷ്ണം പാർട്ടി കോൺഗ്രസിലേക്ക് ലയിക്കാൻ പോകുന്നു. അല്ലെന്നേ, അവർ ഏതോ ഒരു അമ്മച്ചിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നുണ്ടല്ലോ, അതാരാ അത്? റാസ ലക്സംബർഗ്. അവർ ഏത് ഏരിയ കമ്മിറ്റിയിലുള്ള കാനംജി? ഓ ശുഭാജി, ഈ ചെഗ്വേര ഏത് ഏരിയ കമ്മിറ്റി നേതാവാണെന്നറിയാവോ? അതല്ല. അറിയില്ലല്ലോ. അതുപോലെ തന്നെ പാർട്ടിക്ക് പണം പിരിക്കാനും പോസ്റ്റർ അടിക്കാനും ഒരാൾ വേണം. ഇതൊരു ജർമ്മൻകാരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാർട്ടിയാ ശരിക്കും ഭാരതത്തിന് യോജിച്ച പാർട്ടി. ഒറ്റ വിദേശീയരില്ലല്ലോ. ഇല്ല. അതെ. ഓ, എന്നാലും ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് ചെയ്തേ കൊലച്ചതിയായിപ്പോയി. അതെന്താ? അത് മറ്റൊന്നുമല്ലെന്നേ, അതായത് ഈ വയ്യാത്ത ആൾക്കാരെ പൊക്കിയെടുത്ത് പോളിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വോട്ട് കുത്തിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതിനി മുതൽ വേണ്ടെന്ന്. അതിന് കമ്മീഷൻ ഏർപ്പാടാക്കിയ ഉദ്യോഗസ്ഥന്മാർ ചെയ്തോളുന്നു. ഈ വോട്ടർമാരുടെ സിമ്പതി കിട്ടുന്ന ഒരു ട്രിക്കായിരുന്നു. അതൊരു കണക്കിന് നമുക്ക് ഗുണമായിട്ട് വരും. ഈ ഇടതന്മാരുടെ മുഖ്യ പരിപാടിയാണ് ഈ വയ്യാത്ത ആൾക്കാരെ നിർബന്ധിച്ചു കൊണ്ടുപോയി അവർക്ക് വേണ്ടി വോട്ട് കുത്തിക്കുക എന്നുള്ളത്. ഇനി അതുണ്ടാവില്ല. പ്രധാനമന്ത്രിയുടെ ഒരു ദീർഘവീക്ഷണം. ഈ റാഫേൽ ഇടനിലക്കാർക്ക് പെട്രോൾ പമ്പ് ഒരു 50,000 അനുവദിച്ചിട്ടുണ്ടല്ലോ, അതും ഇങ്ങനൊരു ദീർഘവീക്ഷണം ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം ഒന്നും കാണാതെ ചെയ്യില്ല. നമ്മൾ ചെയ്യുന്നതൊന്നും കാണാത്ത എന്താ? പിന്നെ വേറൊരു കാര്യം, മാതാ അമൃതാനന്ദമയി, ശ്രീ രവിശങ്കർ, മറ്റു സന്യാസിമാർ ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ പോലും ഇല്ലാതെ നമ്മൾ ഭരണത്തിൽ വരാൻ സാധ്യത കിടപ്പുണ്ട്. നടക്കും. എല്ലാവരും അവരവർക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുള്ളൂ. ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ.
അത് പറഞ്ഞപ്പോഴാ ഒന്ന് അമ്പലത്തിൽ പോകണം. എന്നാൽ എനിക്ക് പള്ളിയിലും പോകണം. വരുന്നോ? സി എം വന്നില്ലേ? അയ്യോ, സി എം എന്ന സ്ഥലത്തില്ല ആശാനെ. എവിടെ പോയി? പുറത്ത് എവിടെയോ പോയിരിക്കും. ആണോ? സാർ, ഞങ്ങൾക്ക് മിനിസ്റ്റർ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ, സി എം എന്ന സ്ഥലത്തില്ലല്ലോ. എന്താ പ്രശ്നം? ഞാൻ ഇടപെട്ടാ മതിയോ? അതെ, സി എം ഇല്ലാത്തപ്പോൾ ഞാനാ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പറഞ്ഞോ, എന്താ വെച്ചാൽ പറഞ്ഞോ. സാറേ, ഞങ്ങളുടെ ഒരു പ്രേമിച്ചായിരുന്നേ കല്യാണം കഴിച്ചേ. അതിനെന്താ, നമ്മുടെ പാർട്ടി പ്രണയത്തെ ഇതുവരെ എതിർത്തിട്ടില്ല. എൻ്റെ ആശാനെ തോക്കി കയറി വെടിവെക്കാതെ. ഞങ്ങൾക്ക് സംരക്ഷണം വേണം. ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ല. ദുരഭിമാന കൊലയിൽ നിന്നും രക്ഷിക്കണം. അതെന്നാ, നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ മതങ്ങളാണോ? അല്ല സാറേ, മതമൊക്കെ ഒന്ന് തന്നെയാ. പക്ഷെ ഞാൻ ജാക്കബൈറ്റും ഇവിടെ ഓർത്തഡോക്സ് വന്നേ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരും സഭക്കാരും തമ്മിൽ പൊരിഞ്ഞടിയ സാറേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പള്ളിയിൽ പോയി ആരാധന നടത്താൻ സാധിക്കുന്നില്ല. സർക്കാർ മുൻകൈ എടുത്തത് ഒന്ന് നടത്തി തരണം. പണിയായോ ആശാനെ? ഇതിലും ഭേദം ശബരിമലയാ. സർ, എന്താ സാർ പറയുന്നത്? സാറേ, നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയല്ലയോ? പ്രത്യേകിച്ച് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാകുമ്പോൾ ഇത് മൊത്തം പണിയായല്ലോ. വനിതാ മതിലിൽ ഞാനും പങ്കെടുത്തതാ. അടുത്ത കോള്. സാറിനെ സാർ ഒരു മറുപടി പറയാത്തത്? എൻ്റെ അപ്പനെയുള്ള ആങ്ങളമാരും തല്ലുകൂടി ഇന്നലെ പാതിരാത്രി വിട്ട് ആശുപത്രിയില്ല. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലി. വേഗം ചെല്ലി. സി എം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ചെല്ലി ചെല്ലി. അല്ലേ? അതെ. ചെല്ലി. ആശാനെ, എല്ലാം ശരിയാവും. എവിടെന്ന്? ഈ സർക്കാരിന്റെ കാലത്തല്ല, ലോകം അവസാനിച്ചാലും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരികരിയണമേ. പറമേളം തെണ്ടച്ചെങ്കിലി മദ്ദള മരമണികിണികിണി പലതാളം തക്കിടകിടതകത ചുവടുകളിൽ ഒരു ഞൊടിയുടെ പേരത് ഹോയ് അമ്മ ഹോയ് ഹോയ്. അടവുകളുടെ ചുടുപകിടകൾ ഉരുളണം ഒരുവരം ഇനി അതിനരുളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ഛേ ഛേ വണങ്ങി കുണുങ്ങി മണുങ്ങി കലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി. അയ്യേ, ഈ മരമടയനു ഞാനതിരല്ലടവും. കുന്നും മേലഞ്ചാറട്ടില്ലത്തലി പിടി കടലുകൾ ഒരു തൂകുന്നിത്തൈ വെച്ചാരടോ. കുന്നിത്തൈ മേലെ അന്നന്തിക്കിടയിൽ അടയ്ക്കകൾ കാച്ചു ചെന്നപ്പം മാങ്ങാ പഴം. തൊലിയെടുതൊരു തൊലിയടിയിലൊരടി കുഴവി അമ്മ ഹോയ് ഹോയ്. കുഴവിയിലെഴുപത് കിഴവികൾ അഴകൊടു ചറപറ ചറപറ ഇടിയിടിയോ. ഇട്ടിച്ചും പീട്ടിച്ചും വലിച്ചും തൊഴിച്ചും കറിക്കും നുറുക്കും ചെറുക്കാം മെതിച്ചും ചതച്ചും മുരിച്ചും തോലിച്ചും കുരുമുളക് അരിപൊടി ഒരു പിടി വിതറി വിടും. നമസ്കാരം താനൻ സാറേ. എല്ലാം ശാന്തമാക്കാൻ പോവുകയായിരിക്കും. ഓഫ് കോഴ്സ് ഐ എം ഗോയിങ് ടു എ വിക്ടറി സെലിബ്രേഷൻ. അപ്പൊ സാറേ, ഓർത്തഡോക്സ് ആണോ യാക്കോബായ ആണോ? ആശാനെ, ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അയ്യപ്പ സംഗമത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ പള്ളി പ്രശ്നം പരിഹരിക്കണ്ടേ? ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റന്റ്ലി ഞങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. കൊള്ളാം. അവർക്ക് തന്നെ ഐക്യമില്ല, പിന്നെ എങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും? കുരിശ് ഞങ്ങളുടെ പക്ഷത്താണെങ്കിൽ താമരപ്പൂ പോലെ ഞങ്ങൾ സംരക്ഷിക്കും. സെന്റ് തോമസ് പുണ്യാളുടെ നെറ്റിയിലേ ചന്ദനം തൊടണമെന്നാണ് താനൻ സാറ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ വേൾഡ് ടീച്ച് മീ. അറിയോ, അതായത് നമ്മുടെ ക്രിസ്തുവിന് പ്രാർത്ഥിക്കുവാൻ ഒരു മുറി പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ക്രിസ്തു ജനിച്ചത് തന്നെ ഒരു തൊഴുത്തിലാണ്. ദാറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ മെസ്സേജ് ഓഫ് സിംപ്ലിസിറ്റി. ടൂറിസം മന്ത്രി, കരണ്ട് മന്ത്രി, ഞങ്ങൾക്ക് വിനോദം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾ രക്ഷിക്കൂ. അച്ഛനെ മാത്രമല്ല, എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത്. പിതാവും പുത്രനും മാത്രമല്ല, എല്ലാ ജീവികളും സുഖമായിരിക്കണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അവസരം ഉണ്ടാക്കി തരണം. അതിനെ
ആദ്യം വായടക്ക്, എന്നാലേ ഉടൻ പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പായിട്ടും അടക്കാം. സർ, ഞങ്ങൾക്കകത്ത് സമാധാനമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി തരണം സാർ. ഞാൻ നിങ്ങളോടും പറയുന്നു, വായടച്ചാലേ ഉടൻ പരിഹാരം ഉണ്ടാക്കാം. സർ, ഞങ്ങൾ വായടയ്ക്കാം, പക്ഷേ ഇവരോട് കല്ലെറിയരുതെന്ന് പറയണം. സാർ, ഞങ്ങൾ കല്ലെറിയില്ല. ഈ അച്ഛനോട് ഞങ്ങളെ തല്ലിച്ചതക്കരുതെന്ന് പറയണം. ഞങ്ങളിപ്പോൾ പുറത്താണ് സാർ. അച്ഛനകത്താക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അവസരം ഉണ്ടാക്കി തരണം. മനസ്സും ശരീരവും ശാന്തമായിരുന്നാലേ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ. ആദ്യം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കൂ. ഞാൻ ശ്രമിച്ചു. ഞാനാണ് ആദ്യം ശ്രമിച്ചത്. അതും നന്നായി. ഇല്ല, ഞാനാണ് ആദ്യം ശ്രമിച്ചത്. അത് ശരിയാണ്. ഇല്ല സാർ. ഭരണം നടത്താൻ പള്ളിമേടയിൽ ഇരിക്കുന്നവരും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ വരുന്നവരും തമ്മിൽ തമ്മിൽ ഗുസ്തി പിടിക്കാതെ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുമായിരിക്കുമല്ലോ, അല്ലേ?